നമ്പ്യാരെ ആ നമ്പ്യാർ ഓർക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോ ആ ഈ കർത്തായെ ഓടിച്ചിട്ട് പിടിച്ചതാ, ഓർക്കുന്നില്ലേ? അതെ. അത് അന്ന് കർത്തായുടെ പണി ഞാൻ തീർത്ത് കളഞ്ഞു. അതായത് ഉദാഹരണം പറഞ്ഞ നമ്മുടെ ആലപ്പുഴ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. അവിടെ കായലും കടലും ഇടയ്ക്ക് ഒരു സ്ഥലമാണ്. അത് മുഴുവൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കരിമണൽ കല്ലുള്ള ധാതു സമ്പത്തുള്ള സ്ഥലമാണ്. അത് മാന്താൻ തുടങ്ങി. അതാ ഞാൻ കയറി തടഞ്ഞത്, ഓടിച്ചതാ. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ തോട്ടപ്പള്ളിയാണോ? അമ്മ ഓടിച്ചു. തോട്ടപ്പള്ളിയാണോ? ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. ആ ഞാൻ ഈ അടുത്ത കാലത്ത് അന്വേഷിച്ചപ്പം അവിടെ ഇല്ല, കടൽ കയറി എടുത്തു പോയി കഴിഞ്ഞു. മണൽ മുഴുവൻ ധാതു സമ്പത്ത് മുഴുവൻ മോട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. എന്തൊരു കൊള്ളയാ നമ്പ്യാർ, ഇതൊന്ന് ആലോചിച്ച്. എന്തൊരു കടുങ്കയ്യ ഇത്. ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രി കുടുംബം മുഴുവനും കൂടെ ഇറങ്ങിയിരിക്കില്ല മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും. ഒരു മടിയില്ലാതെ നാണമില്ലാതെ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു? ഇതുപോലെ പണം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇവിടെ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ സി ബി ഐ അന്വേഷണമൊക്കെ വരുമല്ലോ നമുക്ക്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം അദ്ദേഹം പറയാൻ മറന്നുപോയി. കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ ജഡ്ജിയുടെ മുമ്പിലാണ് കേസിരിക്കുന്നത്. അങ്ങനെ ചെറുതായി പോവില്ല. കഴിഞ്ഞ 15-ാം തീയതി അവധിക്ക് വെച്ചു. 15-ാം തീയതി ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിന് കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞു, അതുകൊണ്ട് കേസ് തീരാ. പുള്ളി പറഞ്ഞു ഞാൻ തീർക്കുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് അന്വേഷണം വെച്ച് അന്വേഷിക്കുന്ന ആരൊക്കെ അന്വേഷിക്കുക, എങ്ങനെ അന്വേഷിക്കുന്നത് ഞാൻ അറിയണം. 24-ാം തീയതി വെച്ചിരിക്കുന്നത്, 24-ാം തീയതി വീണ്ടും അവധി വരിക. അങ്ങനെ വിടുക. അങ്ങനെ കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. കോടാനുകോടി സ്വത്തിന് ഉടമ വലിയ അതിപ്രഗത്ഭനായ ജഡ്ജിയുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം വിടുമെന്ന് ഞാൻ കരുതുന്നു. വളരെ നീതിബോധം ഉള്ള, ഇന്ന് വരെ അദ്ദേഹത്തിന് ജഡ്ജിമെന്റിനെ പറ്റി അഭിമാനത്തോടെ അല്ലാതെ ജനം സംസാരിച്ചിട്ടില്ല, വക്കീലന്മാർ സംസാരിക്കാറില്ല. അത്ര പ്രഗത്ഭനായ ജഡ്ജിയുടെ മുമ്പിൽ, പ്രത്യേകിച്ച് കേരള ഹൈക്കോടതി മുഴുവൻ ജഡ്ജിമാർ ഭേദമാണ്. അപ്പോ ആ ജഡ്ജ്മെന്റ് വന്നു കഴിയുമ്പോ ഇനി 24-ാം തീയതി വരട്ടെ. 24-ാം തീയതി ഇവർ റിപ്പോർട്ട് കൊണ്ട് വരുമല്ലോ. ആരൊക്കെ 3 ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കാൻ പറ്റുന്നത്, അവരുടെ ജോലി എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവും ഈ കേസ് തെളിഞ്ഞേ പറ്റൂ, തെളിയാതിരിക്കാൻ പറ്റുകയില്ല. ഇത് ഏകദേശം 40,000 കോടി രൂപയുടെ ധാതു സമ്പത്താണ് കേരളത്തിലെ ജനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 40,000 കോടി. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊള്ളയല്ല. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ കൊള്ളയാണ് ഈ കോടതിയുടെ ഇടപെടലിലൂടെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം കണ്ടതല്ല, ഭാരതം കണ്ട ഏറ്റവും വലിയ കൊള്ള. അതെ, ഭാരതം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ്. എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഇതിന്റെ പുറകെ നടന്നയാളാണ്, ഇതിന്റെ പെറ്റീഷൻ കമ്മിറ്റി കൊണ്ട്. അപ്പൊ എന്റെ മകൻ തന്നെയാണ്, ഷോൺ തന്നെയാണ് ഈ കേസിന്റെ വാദി എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. നമ്മൾ ഒരു സത്യം കൂടെ പറയാം. ഇന്ന് വരെ ഞാനും അവനുമായിട്ട് ഈ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. ഒരു കാര്യം സംസാരിക്കില്ല. ഞാനിപ്പം പറഞ്ഞില്ലേ ആലപ്പുഴയിലെ കാര്യം, അതുപോലും ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല. കാരണം അവൻ 3 മാസമായിട്ട് ഇതിന്റെ പുറകെ കിടക്കാന്ന് എനിക്കറിയാം. നടക്കട്ടെ, ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്യട്ടെ, പൊതുപ്രവർത്തനല്ലേ. അങ്ങനെ ആര് തല്ലും കൊല്ലും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ചത്തോടാ, നീ ചത്തോ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നീതി നടപ്പാക്കാൻ വേണ്ടി ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മരിക്കണമെന്ന് മരിച്ചോ, എനിക്ക് വിരോധം, ഞാൻ ആ സ്വഭാവത്തിലാണെന്ന് പറഞ്ഞു. ഏതായാലും വളരെ സ്ട്രോങ് ആണ്, അവന് പുറകോട്ട് മാറുന്ന പ്രശ്നമില്ലാന്ന് അറിഞ്ഞ് വലിയ സന്തോഷമാണ്. നമ്പ്യാർ, ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരപ്പൻ, അത് ഞാൻ പറയാന്ന് വിചാരിക്കുന്നത്, എന്തൊരു കടുങ്കയാ ഇത്. ഇത്തവണ എനിക്കൊരു ചിരി വന്നൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയെ കാണാൻ പാടില്ല പിണറായിക്ക്, പുച്ഛം. സഖാക്കന്മാർ പറയുന്നത് എന്താ, നരേന്ദ്രമോദിയും പിണറായി വിജയനും തുല്യമാണ്. ഏതാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുല്യമാണ് ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തുല്യമാണെന്നൊക്കെ പറയുന്ന ഈ പോഷന്മാരാണല്ലോ CPM-നുള്ളതെന്ന് പറയുമ്പോൾ സഹതാപം തോന്നുന്നു. ചിരി വന്നിട്ടുണ്ട്. എന്നോട് പറയാ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം തുല്യമല്ലേ, പിന്നെന്താണ്? അത്ര ബോധമല്ല ഇവരെയൊക്കെ തലയിൽ അടിച്ചേപ്പിച്ച് വെച്ച് ഇങ്ങനെ മണ്ടത്തരം വിവരമൊക്കെ എടുക്കുന്നത് മാത്രമാണ്. പക്ഷെ ഇത്തവണ ആ മോദി വന്നപ്പോ 3 പ്രാവശ്യം പിണറായി വിജയൻ അറിയിക്കാതെ ചെന്ന് കണ്ട് കൈമുടി ഇങ്ങനെ നിൽക്കുക. നമ്പേരെ കണ്ടായിരുന്നു അത്, ആ കണ്ടു. അപ്പൊ അയാളെ മനസ്സിലായി അയാളുടെ തലയിൽ തീ വീഴാൻ പോവാണ്, എങ്ങനെ രക്ഷിക്കണേ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് തുല്യമായിട്ടാ മോദിയെ പോയി കണ്ടിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മോഷണത്തിൽ കൂട്ടുനിൽക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് ഇപ്പം വേറെ പല കേസും വന്നല്ലോ, ഒന്നിലും ഇപ്പൊ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. അതെല്ലാം നിയമത്തിന് വഴിക്കെന്ന് പറയുന്ന ആളാണ് നരേന്ദ്രമോദി. അങ്ങനെ പോയാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഒരു സംശയം വേണ്ട, എഴുതിയിട്ടോളൂ. ഞാനാണ് പറയുന്നത്,
പല പ്രാവശ്യം പറഞ്ഞ് വീണ്ടും ഞാൻ പറയുന്നു, ഈ കേസിൽ പിണറായി വിജയൻ മാത്രമല്ല മകളും ഭാര്യയും ഉൾപ്പെടെ മകളുടെ ഭർത്താവ് ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്ന കാണാനുള്ള അവസരം കിട്ടും. ഒരു സംശയം വേണ്ട. എൻ്റെ എല്ലാം പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. മറ്റു ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അല്ല പി സി കൊടുക്കാത്ത സേവനത്തിന്, ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് 1,72,00,000 രൂപ CMRL നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണല്ലോ ഇവിടെ പ്രധാന ആക്ഷേപം. അല്ല, ഇവരുടെ ഫൈൻഡിങ് അതാണല്ലോ. പക്ഷെ PC നോക്കൂ, ഇപ്പൊ ഇതിന്റെ ഈ ഒരു വ്യാപ്തി നോക്കൂ. അപ്പോൾ 1,72,00,000 ഒന്നുമല്ല. അല്ലെന്ന് ഈ വീടുള്ള പിണറായിയുടെ മകൾക്ക് 2 ലക്ഷം രൂപയുടെ ഫൈൻ കൊടുത്തിട്ടുണ്ട്. അതറിഞ്ഞായിരുന്നോ? അതെ, കണ്ടു. അപ്പോൾ ഫൈൻ അടച്ചു. ആയതാ ഫൈൻ അടച്ചത്? കുറ്റക്കാരാണ്, കുറ്റം സമ്മതിച്ചെന്നല്ലേ അർത്ഥം. ആ കേസിൽ മാത്രം, ഈ സാമ്പത്തിക ഇടപാടിന് മാത്രം 10 വർഷം വരെ തടവ് കിട്ടുന്ന കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വലിയ അത് ഒരു സംശയം വേണ്ട. മകളുടെ ഭർത്താവും സ്വാഭാവികമായി അയാൾ ഒരു IS ഭീകരവാദിയുടെ ആളാണെന്നാണ് പറയപ്പെടുന്നത്. എന്ന റിയാസോ അങ്ങനെയൊക്കെ അയാളുടെ പേര് എന്നാണ് പറയപ്പെടുന്നത്. അയാളും കൂടെ ഇപ്പോൾ ഉടനെ ജയിലിലോട്ട് പോകും. എല്ലാ ദിവസവും പ്രസ്താവനയായിരുന്നു, പിണറായി വിജയനെ മാറ്റി വെച്ച് മുഖ്യമന്ത്രിയാണെന്ന് നടന്നവനാണ് സാധനം. ഞാൻ അന്നും പറഞ്ഞു ഇവൻ IS ഭീകരന്റെ കമ്പനിയാണ്, സൂക്ഷിക്കണമെന്ന്. അതായത് കോഴിക്കോട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കെട്ടിവെച്ചില്ലാത്ത ഇനിവെ തോറ്റ് വീട്ടിൽ പോയ കാഴ്ചയാണ്. അവനെ പിണറായി വിജയൻ മകളെയും കെട്ടിച്ചു കൊടുത്ത് ഇവിടെ മന്ത്രിയാക്കി കൊണ്ടു നടക്കുക. എന്തൊരു മര്യാദ! എത്രയോ സഹാക്കന്മാർ സിന്ദാബാദ് വിളിച്ച് CPM എത്രയോ സഹാക്കന്മാർ സിന്ദാബാദ് വിളിച്ചുണ്ടാക്കിയ പാർട്ടിയായത്. ആ പാർട്ടിയുടെ ഗതിയാണിത്. ഫാസിസ്റ്റ് അല്ല, ഫാസിസത്തിന് അപ്പുറത്തേക്ക് പോയില്ലേ പിണറായിസം. ഇന്ന് എവിടെ പോയി നിൽക്കുന്നത്? ആരെങ്കിലും മനസാക്ഷിയുണ്ടോ? ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ആ ബസ്സൊക്കെ പോയി യാത്ര കഴിഞ്ഞ് ഞാൻ പറഞ്ഞ യാത്ര ചെയ്ത് അവസാന യാത്ര എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ കറക്റ്റായി വരുന്നുണ്ട്. ഏതായാലും അവസാന യാത്രയായിരുന്നു. ഏതായാലും മറ്റു വിഷയം ഞാൻ കിടക്കുന്നില്ല. നമുക്കെല്ലാം ഇത് കാണാൻ പറ്റും. ഒരു സംശയം വേണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. PC ജോർജ് എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷ തരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അല്ലേ? ഇപ്രാവശ്യം പ്രതീക്ഷ തന്നെ ധൈര്യമായിട്ടിരുന്നു. ആണല്ലേ? അതെ. യെസ്.